ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് പരിപാടികളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കൊള്ളാവോ? ഇതെനിക്കൊരു കൊളാബ് കിട്ടിയ ചുരിദാറാണ് കേട്ടോ. അപ്പോൾ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാവേ. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഈ സിൽവർ റിങ് വാങ്ങിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കൈരളി ജുവലേഴ്സ്. അപ്പോൾ ഞാൻ അന്ന് പോയപ്പോൾ എനിക്കൊരു സാധനം കൂടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പിന്നീട് വന്ന് ഓർഡർ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ഓർഡർ കൊടുക്കാനൊന്ന് കൈരളി ജ്വല്ലറി വരെ പോകണം. പിന്നെ എനിക്ക് പറ്റുമെങ്കിൽ ഒന്ന് സലീം ഡോക്ടറെ കാണാൻ പോകണം. ഇപ്പോൾ സമയം 11:30 മണിയായി. ഡോക്ടർ 1 മണി വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൈരളി ജുവലേഴ്സിൽ പോയിട്ട് ഒന്ന് സലീം ഡോക്ടറെ പറ്റുകയാണെങ്കിൽ കാണണം. എനിക്കിവിടെ ഭയങ്കര ഒരു വേദന, ത്രോട്ട് പെയിൻ അല്ല, മറ്റേ ടോൺസിലൈറ്റിസിൻ്റെ ആണെന്ന് തോന്നുന്നു, ചെറിയൊരു വേദന ഫുഡൊക്കെ ഇറക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ഡോക്ടറെ പോയി കണ്ടിട്ട് വരാമെന്നിരിക്കും. അങ്ങനെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പരിപാടി. കാറ് ഓഫ് കോഴ്സ് താഴെ കിടക്കുകയാണ്, നടന്നിറങ്ങുകയാണ്. സ്കൂട്ടറിൽ പോയിരുന്നെങ്കിൽ തിരിച്ച് സ്കൂട്ടറിൽ കയറി വരാമായിരുന്നു. ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല, കയറ്റം കയറാൻ പാടും. നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനൊരു കയറ്റമാണ്, കാണിച്ചോളൂ. ഈ കയറ്റം തിരിച്ച് കയറാനാണ് പാട് കേട്ടോ. സ്കൂട്ടർ പോയി അവിടെ വച്ചിട്ട് വന്നാൽ മതിയായിരുന്നു, എനിക്ക് തിരിച്ച് സ്കൂട്ടർ കയറി വന്നാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കൈരളി ജുവലേഴ്സിലും പോയി പറ്റുവാണെങ്കിൽ ഡോക്ടറെയും കണ്ടിട്ട്, സമയം കിട്ടുകയാണെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ ഡോക്ടറെ കൂടെ കണ്ടിട്ട് വരും. സത്യം പറഞ്ഞാൽ അന്ന് നമ്മൾ മോതിരം വാങ്ങാൻ അപ്രതീക്ഷിതമായി കയറിയതാണ് ഈ കൈരളി ജുവലേഴ്സിൽ കേട്ടോ. ശരിക്കും നല്ല നിറയെ കളക്ഷൻസും ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ കൊടുത്താൽ നമുക്കിപ്പോൾ എന്തെങ്കിലും മനസ്സിലുണ്ട്, അത് ആ ഐഡിയ അവരോട് പറഞ്ഞാൽ അതനുസരിച്ച് അവർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാനൊരു ഇവിളയുടെ ഒരു ബ്രേസ്ലെറ്റോ വളയോ മാല പെൻഡൻറ്റും ചെയിനും ഒക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. വളയോ ബ്രേസ്ലെറ്റോ ഒക്കെ ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പോൾ ഞാൻ ഇനി പോയിട്ടൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് അന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ കരുതിയ ഒരു ബ്രേസ്ലെറ്റ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ. ഒക്കെ പറഞ്ഞാൽ ഇവിടെ ഗോൾഡിൻ്റെയും ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട്, സിൽവറിൻ്റെയും ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സാധാരണ ഒന്നുകിൽ വെള്ളി അല്ലെങ്കിൽ സ്വർണം, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയേറെ കളക്ഷൻസ് ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ സിൽവർ വന്ന് കാണുമ്പോൾ കൺഫ്യൂഷനാണ്, സിൽവർ എടുക്കണോ ഗോൾഡ് എടുക്കണോ എന്നുള്ളത് കേട്ടോ. അതുപോലുള്ള സാധനങ്ങൾ, ആൻറ്റിക് സാധനങ്ങളും നമ്മുടെ ഈ നെക്ലസും ചെയിനും കമ്മലും വളയും ഒക്കെ കാണുമ്പോൾ കണ്ണ് തള്ളിപ്പോവും. മുകളിലാണ് സിൽവറിൻ്റെ. മുകളിലാണുണ്ടോ? എത്ര പേരാണെന്നാണ് നിങ്ങളുടെ ആമമോതിരത്തിന് ഫാൻസ്? ഞാൻ വേദയ്ക്ക് ഒരു മാലയായിട്ട് വാങ്ങിച്ചതല്ല, അതെന്തോ യൂണിഫോമിൻ്റെ അടിയിൽ കിടന്നാണ്. അതാകുമ്പോൾ സ്കൂളിലൊന്നും ഇടാൻ പറ്റൂല. അതുപോലത്തെ ഈ വിളയി ലോക്കറ്റും പെൻഡൻറ്റും ഒരു നൈസ് ചെയിനും വാങ്ങിക്കായിരുന്നു. ഒരു ബ്രേസ്ലെറ്റ് ചെയ്യാം. മോൾക്ക് ബ്രേസ്ലെറ്റ് ആകുമ്പോൾ സ്കൂളിലൊന്നും ഇട്ടുകൊണ്ടുപോകാൻ പറ്റില്ല. മറ്റേ ചെയിൻ ആകുമ്പോൾ യൂണിഫോമിൻ്റെ അടിയിലെല്ലാം ഇടാമല്ലോ. ചെയിൻ എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ള നൈസ് ചെയിൻ? ഈ കറുപ്പ് എന്തെങ്കിലും വരുന്നത് വരുമോ ഈ ദൃഷ്ടിക്കൊക്കെ ഉള്ള? കൊള്ളാം. ഞാനൊരു മാല ഇട്ടേക്കൊണ്ട് ഇറങ്ങി, ഭംഗി വരില്ല. നൈസ്. വേദയ്ക്ക് വലുതിൻ്റെ ചെറുതുണ്ടോ? എനിക്കൊരു ചായ എന്തെങ്കിലും കിട്ടി. ചായ ആയാലും മതി, എനിക്ക് തോണ്ട ഒരു അവളെ കൂടെ കൊണ്ടുവന്ന് വാങ്ങിക്കാം അല്ലേ, ഇട്ടൊക്കെ നോക്കി. ഞാനൊരു മോഡൽ തരാം, എനിക്കത് ചെയ്ത്. അതന്നെ, അത് ബാങ്കിലായിട്ട് വേണ്ട, ബ്രേസ്ലെറ്റ് ആയിട്ട് മതി. ഇതിന്റെ കുഞ്ഞു വരുമോ നമ്മൾ പറഞ്ഞാൽ അതനുസരിച്ച്? നോക്കട്ടെ.
ഗോൾഡ് അല്ലേ അത്? സിൽവറിൽ മതി. സ്കൂളിലൊന്നും അങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റൂല. അപ്പം നമുക്ക് ഓക്കെ. പക്ഷെ എനിക്ക് ഇത്രയും വലുത് വേണ്ട. നോക്കട്ടെ, എനിക്കത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിലേ സെയിം അതുപോലത്തെ ആയാലും മതി, ചെയ്ത് തന്നാൽ മതി. എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ ഇപ്പം. ഇതൊന്നും ഇറക്കി തരും ചേട്ടാ. കൊള്ളാല്ലേ. ഇതിലെനിക്കിവിടെ 2 കറുത്ത സാധനം. സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം പോയിട്ട് ഞാൻ ഓർഡർ കൊടുക്കാതെയാണ് വന്നത്. അവർക്ക് വാട്സപ്പിൽ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ അവിടെ കയറി കുറേ കളക്ഷൻസൊക്കെ നോക്കി. വേദയ്ക്ക് ഒരു ചെയിനും ഈവിളായി എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വേദ വന്നിട്ട് ഇട്ട് നോക്കി അവളുടെ ഇഷ്ടത്തിന് എടുക്കട്ടെ എന്ന് കരുതി കേട്ടോ. ഞാൻ ചെയിൻ ഇട്ടപ്പോൾ കുറച്ച് വലുതുപോലെ തോന്നി. അപ്പോൾ വേദയ്ക്ക് ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയത്തില്ല. അവർ വേണമെങ്കിൽ ഷോർട്ടാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ വേദയെ കൊണ്ടുവന്ന് ഇട്ട് നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് സൈസ് അറിയാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഞാൻ കരുതി വേദയെ കൂടി കൊണ്ടുവന്നിട്ട് അവളുടെ ഇഷ്ടത്തിന് ഇറക്കമൊക്കെ ഭയങ്കര കുറച്ച്, ഒരുപാട് ഇറക്കത്തിനല്ലാണ്ട് ഇടാമെന്ന് കരുതി. അങ്ങനെ അവിടെ നിന്ന് പതിയെ നമ്മൾ ഇറങ്ങി. ഇതാണ് പഴവങ്ങാടി സ്ട്രീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. മീൻസ് തുണി, കമ്മൽ, വള, ചെരുപ്പ് ഒക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന ഒരു മാർക്കറ്റ് ആട്ടോ, ഒരു സ്ട്രീറ്റാണ് ഇത്, പഴവങ്ങാടി. ഡോക്ടറെ കാണണമെന്നുകൂടി ഇറങ്ങിയതാട്ടോ. മണി 1:30 ആയി. ഇനി ഡോക്ടറെ കാണാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഡോക്ടർ 1 മണി വരെ ഉള്ളൂ. അപ്പോൾ ബൂസ്റ്റർ ചൈൽഡ് കയറി ഒരു ബദാം ടീ കുടിച്ചിട്ട് പോകാൻ നേരം ഇവിടെ ഒരു വേദന, ഇവിടെ അല്ല ഉള്ളിൽ. അപ്പോൾ എന്തായാലും ബദാം ടീ കുടിക്കുമ്പോൾ, ചൂടുണ്ടെങ്കിലും കഴിക്കുമ്പോൾ ഒരാശ്വാസം. മെനിങ്ങാന്ന് തണുത്ത പൈനാപ്പിൾ ജ്യൂസ്, കോൾഡ് കോഫി, ഇതെല്ലാം തണുപ്പോടെ കുടിച്ചു കേട്ടോ. അതുകൊണ്ടാവാം അങ്ങനെ വരുന്നതല്ല, വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ബദാം ടീ, ഒരു ബദാം ടീയെ, ഒരു ബദാം ടീ. ബനാന കേക്ക്, ഹണി കേക്ക് ഒന്നും വേണ്ട, ബദാം ടീ മാത്രം. ഭയ്യ പോയാ? ആര് നാട്ടിൽ പോകുമെന്ന് പറഞ്ഞ് ഞാൻ കവർ വാങ്ങാൻ വന്നപ്പോൾ. ഇനി 22-ാം തീയതി വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു. നൊങ്ക് ജ്യൂസ്. ഈ കടയുടെ ലൊക്കേഷൻ ഒരുപാട് പേര് ചോദിച്ചു. നമ്മുടെ പൂജപ്പുര ജയിൽ കഫ്റ്റേരിയയുടെയൊക്കെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ഈ ബൂസ്റ്റർ ടീ ഷോപ്പ്. എന്തോന്ന് DIG പ്രസൻസ്, അതിൻ്റെ ഓപ്പോസിറ്റ്. ബദാം ടീ. നല്ല ആശ്വാസം ഉണ്ടാക്കി. അവിടെ കൈരളി ജ്വല്ലേഴ്സിൽ നിന്ന് ചായ തന്നു കേട്ടോ, അതും കൊള്ളായിരുന്നു. 3ാമത്തെ ചായ ഇന്നത്തെ. 1:30 മണിയായി. വേദപ്പോൾ വരും. നമ്മുടെ ഗൂഗിൾ പേയിൽ ഒരു ചെറിയ ഇഷ്യൂ വന്നു കേട്ടോ. നമുക്ക് ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ബാങ്കിൽ കയറി ഒന്ന് ക്ലിയർ ചെയ്യാൻ വന്നതാണ്. ഈടെത്തി 2 മണിയായി. വയ്യ, ക്ഷീണം. ഡോക്ടർ വൈകിട്ടുണ്ടാകും, വിളിച്ച് ചോദിച്ചു നോക്കണമെങ്കിൽ പോകണം. ഇന്ന് തിയേറ്റർ ഡേ ആണെങ്കിൽ 1 മണി വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. വൈകിട്ട് കാണില്ല. അപ്പോൾ ഡോക്ടർ ഉച്ചവരെ ഉള്ളൂ. ഒരു പട്ടി കിടക്കാൻ അതിനെ കാണാനില്ലല്ലോ. അതല്ല, വെയിൽ. പട്ടി പട്ടി പട്ടി. ഓ 383. വെള്ളമില്ല, വെള്ളത്തിൻ്റെ ബില്ല് 383 രൂപ.
ഞാനേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം വേദ ട്യൂഷന് കൊണ്ടാക്കും, എന്നിട്ട് വന്ന് വസ്ത്രയിലുള്ള വീഡിയോസ് എല്ലാം ഇടും. വീഡിയോസ് ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടായിരിക്കും ഞാൻ വേദയെ വിളിക്കാൻ പോകുന്നത്. പോയിട്ട് വരുമ്പോൾ കുറേ മെസ്സേജസ് എൻക്വയറീസ് വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഞാൻ അതിൻ്റെ പണിപ്പുരയിലാണ്. വേദ ട്യൂഷന് പോയിട്ടുണ്ട്, വീഡിയോ ഓൾറെഡി എടുത്തു. അടുത്തതേ ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടെല്ലാം ഇരിക്കുകയാണ്. നമ്മുടെ വസ്ത്രയുടെ എൻ്റെ ഫേസ്ബുക്ക് പേജിലിടും, വസ്ത്രയിലിടും, ഇൻസ്റ്റാഗ്രാമിലിടും, യൂട്യൂബിലിടും, എല്ലാത്തിലും ഇടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നിറയെ കോൾസ് വരും. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ആദ്യം വാങ്ങുന്നവർ പൈസ പേ ചെയ്യുന്നവർ കൊടുക്കും. ഈ ലോട്ടസ് സാരി ഉണ്ടല്ലോ, ഭയങ്കര എൻക്വയറീസ് ആട്ടോ. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ലോട്ടസ് സാരീസ് എടുത്തു. ലോട്ടസ് സാരീസ് എല്ലാം അപ്പോൾ തന്നെ പോകുന്നുണ്ട്, അത്രയ്ക്ക് എൻക്വയറീസ് ആണ് ലോട്ടസ് സാരിക്ക്. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുന്നതും കറക്റ്റ് വേദയെ വിളിക്കാനുള്ള സമയമായി. വേദയെ വിളിക്കാൻ പോവുകയാണ്. ഈ കാത് കുത്തിയിട്ടേ ഹെൽമെറ്റ് എന്ന് ഞാൻ കമൻറ്റ് കണ്ടു, കാത് കുത്തിയിട്ട് ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ ഉള്ളൊരവസ്ഥ സത്യം കേട്ടോ. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ കുത്തിയിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും. ഇനി ഞാൻ പോയി വേദയെ വിളിച്ചിട്ട് വരാം. ഷോളൊക്കെ കളഞ്ഞ കേട്ടോ, രാവിലെ കുറച്ച് സമയം കുലീനത്വം കൂടിപ്പോയി, അതുകൊണ്ട് ഷോളൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പിലൊക്കെയാണ് പോയത്. വീഡിയോ എടുത്തിട്ട് സാരി എല്ലാം അങ്ങനെ ഇട്ടിട്ട് പോവേ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് വേദ വിളിച്ചിട്ട് വന്നിട്ടാണ് മടക്കലും പറക്കലും ഒക്കെ. സ്റ്റോക്കൊക്കെ തീർന്ന് ഇനി ഇതിന് മടക്കാനാണ്. എങ്ങാനും ഇതിൻ്റെ മടക്ക് നിവർന്നു പോയാൽ ദൈവമേ, ഒരു ദിവസം രാത്രി ഫുൾ ഞാൻ നിന്ന് മടക്കി അവസാനം ഞാൻ ആ കസ്റ്റമറോട് പറഞ്ഞു എന്നെ കൊണ്ട് മടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, സാരി വാങ്ങിയിട്ട് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, മടക്കിയത് ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരു രാത്രി ഫുള്ള് ഞാനും ആട്ടും കൂടി നിന്നു. എന്നിട്ട് അവസാനം പറ്റുന്ന പോലെയൊക്കെ മടക്കി വെച്ചു. ഇതൊക്കെ ഇങ്ങനെ തന്നെ മടക്കുള്ളത് കൊണ്ട് കുഴപ്പമില്ല. മടക്കില്ല എങ്കിൽ കുറച്ച് സമയമില്ല, പിന്നെ അതുപോലെ മടക്കാൻ പറ്റൂല. എനിക്ക് സഫോള ഓട്സ് കുടിക്കാനൊരു കൊതി കേട്ടോ. പണ്ട് ഈ പതഞ്ജലിയുടെ ഒരു മസാല ഓട്സ് വരുമായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നങ്ങനെ പോയപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് സൂപ്പ് കുടിക്കാൻ കൊതിയായി. വേറെ ട്യൂഷന് വിളിച്ചിട്ട് വന്നപ്പോൾ ഞാൻ കരുതി സൂപ്പ് കുടിക്കാമെന്ന് കരുതി. പക്ഷേ മട്ടൻ സൂപ്പൊക്കെയാണ് എല്ലായിടത്തും ഉള്ളത്. എനിക്ക് ഈ ചിക്കൻ സൂപ്പ് കുടിക്കാൻ തോന്നി. മറയിൽ വേണമെങ്കിൽ കയറായിരുന്നു. ഞാൻ പിന്നെ കരുതി അങ്ങനെ എന്ത് കുടിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സഫോള ഓട്സിൻ്റെ കാര്യം ഓർമ്മയിൽ വന്നത്. അപ്പോൾ ഞാൻ കരുതി സഫോള ഓട്സ് കൊണ്ടൊരു സൂപ്പ് പോലെ വിചാരിച്ചു കൊണ്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാമെന്ന് കരുതി. കുറേ നാളായി സഫോള ഓട്സ് കൊണ്ട്, പരസ്യമൊന്നുമല്ല കേട്ടോ, ഞാൻ സൂപ്പ് കുടിച്ചിട്ട്. സൂപ്പല്ല, സഫോള മസാല ഓട്സ് ഇടയ്ക്ക് വെച്ച് ശരിക്കും കുടിക്കുമായിരുന്നു. ഓട്സ് റെഡി ആയിട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണ കണ്ടപ്പം വേദയ്ക്കും വേണമെന്ന് പറഞ്ഞു. ഇതിനെ ഈ ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വേദയ്ക്ക് കൂടെ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ തനിയെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. പിന്നെ 3 കുഞ്ഞു കവറാട്ടോ വാങ്ങിയത്. ആവശ്യത്തിന് ചിലപ്പോൾ വലിയ കവറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് 2 ദിവസം കുടിക്കും, 3 കുടിക്കില്ല. അതുകൊണ്ട് വേണമെങ്കിൽ വാങ്ങാലോ എന്ന് എഴുതി കുഞ്ഞ് 3 കവറാണ് വാങ്ങിയത്. ആക്ച്വലി ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത കവർ എടുത്തിട്ടിട്ട് ഇതിൽ എല്ലാം മില്ലറ്റ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചൂട് കുറച്ചൊന്നും തണുക്കാതെ അങ്ങനെ കുടിക്കും. നമ്മൾ നൊയമ്പ് കഞ്ഞിയൊക്കെ കുടിക്കും, ടേസ്റ്റ് ഉണ്ട്. ഇവിടെ നിൽക്കാം, അപ്പം ലൈറ്റ് കൂടുതൽ കിട്ടും. തൊണ്ടയ്ക്കും ആശ്വാസം, ടേസ്റ്റും ഉണ്ട്. ഏതൊക്കെയുള്ള ഓട്സ് ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. എപ്പോൾ വീഡിയോ എടുത്താലും ഇത് തന്നെ. സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിപ്പോൾ ഞാൻ നോക്കാറേ ഇല്ല. ഇതിലാണ് എൻ്റെ പരിപാടികളെല്ലാം. അപ്പോഴേ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒറ്റ മിനിറ്റേ ഇന്നത്തെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്താലോ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. വേറെ വിശേഷമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.